മക്കളെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ആ ഒരു എവല്യൂഷൻ അല്ലേ. അപ്പം അവരുണ്ടായാലും നിങ്ങൾക്ക് അതിൽ കുറേ പേരുകൾ ഇങ്ങനെ പഠിക്കാനുണ്ടല്ലേ. നമ്മളുടെ ആർഡിപിത്തേക്കസ്, റാമിഡസ്, ഓസ്ട്രലോപിത്തേക്കസ്, എഫറൻസസ്, ഹോമോസാപ്പിയൻസ്, ഹോമോനിയാൻഡർതാലൻസസ്, ഹോമോ എഫറൻസസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇതാണ്. രാമൻ ഓസ്ട്രേലിയയിൽ പോയി. ആരെ കാണാനാണ് പോയത്? നമ്മളുടെ ഹോമോനെ കാണാനാണ് പോയത്. ഹോമോ ആരുടെ ഫ്രണ്ടാണ്? രാമൻ്റെ ഫ്രണ്ടാണ് ഹോമോ. ഓക്കെ, അപ്പോൾ രാമൻ ഓസ്ട്രേലിയയിൽ പോയി ഹോമോനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനാണ് ഓസ്ട്രേലിയയിൽ പോയതെന്ന് വെച്ചാൽ ഹോമോൻ്റെ ഹാബിറ്റാറ്റ്, ഹോമോൻ്റെ വാസസ്ഥലം എവിടെയാണ്? ഓസ്ട്രേലിയ ആണ്. അപ്പം ഹോമോ ഇങ്ങനെ കുറേ ദിവസമായിട്ട് രാമനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ രാമൻ ലേറ്റായി. അപ്പോൾ ഹോമോയ്ക്ക് ദേഷ്യം പിടിച്ച ഹോമോ ഇങ്ങനെ ഇറക്റ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാമൻ വന്നില്ലല്ലേ, അവനിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഹോമോ ദേഷ്യത്തിലാണ്, ഇറക്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം രാമൻ വന്നു. രാമൻ ഭയങ്കര കൂളാണ്. അപ്പം രാമൻ പറഞ്ഞു, ഹോമോ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, നമുക്കൊന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് അടുത്തുള്ള നിയാൻഡർതാൽ കുളത്തിൽ പോയി കുളിക്കാം. നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നിയാൻഡർതാൽ കുളത്തിൽ പോയി കുളിക്കാം. അപ്പം ഓക്കെ, ഹോമോ പറഞ്ഞാൽ ശരി, നീ ഏതായാലും വന്നതല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നിയാൻഡർതാൽ കുളത്തിൽ പോവാം. അവർ കുളത്തിൽ പോയപ്പം അവിടെ ആരെ കണ്ടു? സാപ്പിയൻസിനെ കണ്ടു. അതാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ രാമനാണല്ലേ ആള്. അപ്പോൾ നമ്മുടെ രാമനെ നമുക്ക് എന്ത് പറയാം? ആർഡിപിത്തേക്കസ് റാമിഡസ്. ആർഡിപിത്തേക്കസ് റാമിഡസ്. റാമിഡസ്. ആദ്യത്തെ ആളുടെ ആ ഫസ്റ്റ് വേർഡ് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം, അടുത്ത വേർഡ് സ്മോൾ ലെറ്ററിൽ എഴുതണം, അടിവര ഇടണം കേട്ടോ. ഒരു സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ രാമൻ ആർഡിപിത്തേക്കസ് റാമിഡസ് എവിടേക്കാണ് പോയത്? ഓസ്ട്രേലിയയിലേക്ക് അല്ലേ. അപ്പോൾ ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസസ്. ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസസ്. എഫറൻസസ് ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസസ്. പിന്നെയോ ആരെ കാണാനാണ് പോയത്? ഹോമോനെ കാണാൻ. ഹോമോൻ്റെ ഹാബിറ്റാറ്റ് ആണ് ഓസ്ട്രേലിയ. അപ്പോൾ ഹോമോ ഹാബിലിസ്. ഹാബിറ്റാറ്റ് ഹാബിലിസ്. ഹോമോ ഹാബിലിസ്. അപ്പോൾ നമ്മുടെ ഹോമോ എന്താക്കിയായിരുന്നു? ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു, ഇറക്റ്റായിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്റ്റായി നിൽക്കുകയായിരുന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, ബ്രോ നീ ചൂടാവല്ലേ, ദേഷ്യപ്പെടല്ലേ, നമുക്ക് നിയാൻഡർതാൽ കുളത്തിൽ പോകാം. അപ്പോൾ ഹോമോ നിയാൻഡർതാലൻസസ്. ഹോമോ നിയാൻഡർതാലൻസസ്. അപ്പോൾ അവിടെ കുളത്തിനരികിൽ ആരെയാണ് കണ്ടത്? നമ്മുടെ ഹോമോസാപ്പിയൻസിനെ. ഹോമോസാപ്പിയൻസ്. ഓർഡർ ക്ലിയർ ആയോ മക്കളെ? ഹോമോസാപ്പിയൻസ്. യെസ്, ഇതാണ് നമ്മളുടെ ഓർഡർ. അപ്പോൾ നിങ്ങൾ പറയും, മിസ് ഇത് മാത്രമല്ലല്ലോ പഠിക്കാൻ, ഇതിനകത്ത് വേറെയും സാധനങ്ങളില്ലേ? യെസ്, വേറെ സാധനങ്ങളുണ്ട്. രണ്ട് പോയിൻറ്റ്സ് ഓരോരുത്തർക്കും ഉണ്ട്. അതിൽ ഇവരുടെ 3 പേരുടെയും ഫോസിൽ ആദ്യം ചോദിക്കുന്നത് ഫോസിലാണ്. ഫോസിൽ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ആഫ്രിക്ക. ഇയാളുടെയും ഫോസിൽ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ആഫ്രിക്ക. ഫസ്റ്റത്തെ 3 ആൾക്കാരുടെ ഫോസിൽ ആഫ്രിക്കയാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. ഓക്കെ, പിന്നത്തെ ആൾ, ഈ ആൾക്കാരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരെങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? ഏഷ്യയിലേക്ക് പോയി. അപ്പം ആഫ്രിക്ക, ഏഷ്യ. അടുത്ത ആളുടെ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും കിട്ടി, ഏഷ്യയിൽ നിന്നും കിട്ടി. പിന്നെ അവരെവിടെ എത്തി? ഏഷ്യയിലും യൂറോപ്പിൽ. ഏഷ്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ഫ്രാൻസ്. ഫസ്റ്റത്തെ 3 ആൾക്കാർ ആഫ്രിക്ക. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ചെറുതായിട്ട് ഏഷ്യയിലേക്ക് പോയി. പിന്നെ ആഫ്രിക്ക കംപ്ലീറ്റ് വിട്ടു. ഏഷ്യ, യൂറോപ്പ്, പിന്നെ ഫ്രാൻസ്. പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി നിങ്ങൾ വിചാരിക്കണ്ടോ? ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ. യെസ്, ഇതാണ് നമ്മളുടെ ഏറ്റവും പുരാതന മനുഷ്യൻ. പുരാതന മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിമിറ്റീവ് മെമ്പർ, ഹ്യൂമൻ റേസിൻ്റെ, മനുഷ്യകുലത്തിൻ്റെ പ്രിമിറ്റീവ് മെമ്പറാണ് ഇയാൾ. ഓക്കെ, ഇനി നമ്മുടെ ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസസ്. ഇയാളുടെ ബോഡി സ്ലെൻഡറാണ്, മെലിഞ്ഞ ശരീരം. ഹാബിലിസ് ആണ് ആദ്യമായിട്ട് വെപ്പൺസ് ഉണ്ടാക്കിയത്. എല്ല് കല്ല് ഉപയോഗിച്ച് വെപ്പൺസ് ഉണ്ടാക്കിയത്. ഇറക്ടസ് ആദ്യമായിട്ട് നിവർന്നു നിന്നു. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള താടി പുരികമൊക്കെ കട്ടിയാണ്. ചിഹ്നം അതുപോലെ തന്നെ ഐബ്രോ ഒക്കെ ഭയങ്കര കട്ടിയുള്ളതാണ്. ആൻഡ് നിയാൻഡർതാലൻസസ് കണ്ടംപററി, പുരാതന മനുഷ്യന് സമകാലീനർ. കണ്ടംപററി ടു മോഡേൺ മാൻ. ഇത് നമ്മുടെ ഒറിജിനൽ മോഡേൺ മാൻ, നമ്മുടെ ഒറിജിനൽ മനുഷ്യൻ. ഓക്കെ,
ഇതാണ് നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ആദ്യം രാമൻ ആർഡിപിത്തേക്കസ് റാമിഡസ് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ആഫ്രിക്കയിൽ നിന്നാണ് ഫോസിൽ കിട്ടിയത്. മനുഷ്യകുലത്തിലെ പ്രിമിറ്റീവ് മെമ്പർ, പുരാതന മനുഷ്യനാണ്. പിന്നെ ആരാണ്? ഓസ്ട്രേലിയയിൽ പോയില്ലേ, നമ്മുടെ ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസസ് ഫോസിൽ എവിടുന്ന? ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. മെലിഞ്ഞ ശരീരം, സ്ലെൻഡർ ബോഡി. പിന്നെ ആരെയാണ് കാണാൻ പോയത്? ഹോമോനെ കാണാനായത് പോയത് എവിടേക്കാണ് പോയത്? ഹോമോൻ്റെ ഹാബിറ്റാറ്റിലേക്ക് അല്ലേ, ഹോമോ ഹാബിലിസ്. ഇയാളുടെയും ഫോസിൽ ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ഇയാളാണ് വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമ്മുടെ സ്റ്റോണും ബോൺസും എല്ലും കല്ലും ഒക്കെ ഉപയോഗിച്ച് വെപ്പൺസ് ഉണ്ടാക്കി. അപ്പം ഹോമോ എന്തായിരിക്കുമായിരുന്നു? ഇറക്റ്റായിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുമായിരുന്നു, ഹോമോ ഇറക്റ്റസ് അല്ലേ. അപ്പോൾ ഇയാൾക്കാണ് നിവർന്ന് നിൽക്കാനുള്ള കഴിവ് കിട്ടിയത്. പിന്നെ കട്ടിയുള്ള പല്ല്, താടി, പുരുകമൊക്കെയാണ് ഇയാളുടെ. കണ്ടോ, ആഫ്രിക്ക, ഏഷ്യ. ഫസ്റ്റത്തെ 3 ആൾക്കാർ ആഫ്രിക്ക, പിന്നെ അവർ ഏഷ്യയിലേക്ക് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഫോസിൽ കിട്ടി. അടുത്ത ആൾ നമ്മുടെ നിയാൻഡർതാലൻസസ്, കുളത്ത് കുളിക്കാൻ പോയതാണ്. ഇയാൾ കണ്ടംപററി ടു മോഡേൺ മാൻ, ആധുനിക മനുഷ്യന് സമകാലീനരാണ്, യൂറോപ്പും ഏഷ്യയും. പിന്നെ നമ്മുടെ മോഡേൺ മാൻ, ആധുനിക മനുഷ്യൻ, ഫ്രാൻസിൽ നിന്നാണ് ഫോസിൽ കിട്ടിയത്. സിമ്പിൾ.